2025 തീരുന്ന ഈ വേളയിൽ എനിക്ക് 2025 ഉണ്ടായിട്ടുള്ള എന്നെ സംബന്ധിച്ച് വലിയ സങ്കടമാണ്. അത് ഞാൻ ഷെയർ ചെയ്യാണ് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചുരിദാറില്ലേ, ഇതിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതിന്ന് ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി കബോർഡ് തുറന്ന് ഇങ്ങനെ ഡ്രസ്സ് എടുക്കുമ്പോൾ വീണ്ടും ഇത് ഞാൻ കളഞ്ഞിട്ടില്ല ഇതുവരെ. ഇതെൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഈ ഓർമ്മകളൊക്കെ വന്നപ്പോൾ വീഡിയോ ഇടാന്ന് ഞാൻ ഇതിനു മുമ്പ് ആ സമയത്ത് തന്നെ ആ ഷോപ്പിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത ടൈമിൽ തന്നെ ഇടണമെന്ന് കരുതിയിരുന്നു. പിന്നെ ഞാൻ കരുതി അവൻ എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുമായിരിക്കും എന്ന് കരുതി ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. പക്ഷേ ഇന്ന് വരെയും ഈ തെറ്റ് ചെയ്തിട്ടുള്ള ആൾ അത് അംഗീകരിച്ചിട്ടില്ല, അതിന് ക്ഷമ ചോദിച്ചിട്ടില്ല. ഞാൻ പരാതി പറഞ്ഞിട്ടും അത് വേറെ രൂപത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. കേസും കോടതിയും ഒക്കെ ആയിട്ട് പോവാം, ഉപഭോക്തൃ കോടതിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ അതിനൊന്നും തുനിയാത്തത് പോട്ടെ, സാരില്ല. ആ സ്ത്രീയെ ബഹുമാനിച്ചുകൊണ്ട്, അതൊരു കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീയാണ്, പക്ഷെ അവരുടെ വാക്കുകൾ ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിച്ചു. നമ്മളെ സാധനം നഷ്ടപ്പെട്ട് പണം തട്ടാൻ വരുന്ന പരാതിക്കാരിയായിട്ട് ഒരു ടോക്ക് ഉണ്ടായി. അതെന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്നേ പറയാനുള്ളൂ, എനിക്ക് നിങ്ങളടുത്ത് നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് ഒരു ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് മിനിമം അന്ന് ആ സമയത്ത് അവരുടെ മുമ്പിൽ വെച്ചല്ലെങ്കിലും വീട്ടിൽ വെച്ചോ, അന്നത്തെ ദിവസം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുക. കഴിയുന്നതും അവിടെ നിന്ന് തന്നെ നോക്കുന്നതാണ് നല്ലത്. നോക്കി ക്ലിയർ ചെയ്തിട്ട് വേണം വരാൻ കേട്ടോ. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അതാണ്. ഈ ഷോപ്പിൻ്റെ പേരോ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാനൊന്നും ഷെയർ ചെയ്യണില്ല.